ശബരിമലയിലെ സ്വർണ്ണാഭരണങ്ങളുമായും പുരാതന വിഗ്രഹങ്ങളുമായും ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ കേന്ദ്ര ഏജൻസിയായ ഇഡി ഇടപെടുന്നത് കേസിൽ വലിയ രാഷ്ട്രീയ നിയമ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ അറസ്റ്റ് ചെയ്ത് ഇവർക്ക് ജാമ്യം ലഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇഡിയുടെ നീക്കം. കേസിലെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുമാണ് ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും പുരാതന ശില്പങ്ങളും കടത്തിയതിൽ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കഴിഞ്ഞ ഫെബ്രുവരി 18-നാണ് തന്ത്രി ഖണ്ഡൻ രാജീവർക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. 41 ദിവസത്തെ കഠിനമായ റിമാൻഡ് കാലാവധിക്ക് ശേഷമാണ് അദ്ദേഹം പുറത്തിറങ്ങിയത്. ദ്വാരപാലക ശില്പം, കട്ടളപ്പാളി എന്നിവ കടത്തിയ കേസിലായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ്. തന്ത്രിക്ക് ജാമ്യം അനുവദിച്ച വേളയിൽ കോടതി ചില പ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്ക് ദുരുദ്ദേശമില്ലായിരുന്നുവെന്നും ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്തതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുകളില്ലെന്നും വിജിലൻസ് കോടതി വ്യക്തമാക്കി. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളും നീക്കം ചെയ്യാൻ തന്ത്രി അനുവാദം നൽകിയത് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയാണെന്ന വാദം കോടതി ശരിവെച്ചു. ഈ സാധനങ്ങൾ മോഷ്ടാവായ പൂച്ചയുടെ കൈവശം കൊടുത്തുവിടാൻ തന്ത്രി നേരിട്ട് നിർദ്ദേശിച്ചിട്ടില്ലെന്നും കോടതി കണ്ടെത്തിയിരുന്നു. തന്റെ അറസ്റ്റിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്ന് തന്ത്രി കോടതിയിൽ വാദിച്ചു. ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയെ എതിർത്തതും ആചാര സംരക്ഷണത്തിനായി നിലകൊണ്ടതുമാണ് തന്നെ വേട്ടയാടാൻ കാരണമെന്ന് അദ്ദേഹം ആരോപിച്ചു. ശബരിമലയിൽ എല്ലാ ദിവസവും ക്ഷേത്രം തുറക്കണമെന്ന നിർദ്ദേശത്തെ തന്ത്രി ശക്തമായി എതിർത്തിരുന്നു. ഇത് ഭരണകൂടത്തെ ചൊടിപ്പിച്ചുവെന്നും FIR രജിസ്റ്റർ ചെയ്ത ആദ്യ 3 മാസം പ്രതിപട്ടികയിൽ ഇല്ലാതിരുന്ന തന്നെ പിന്നീട് ബോധപൂർവ്വം ഉൾപ്പെടുത്തിയതാണെന്നും അദ്ദേഹം വാദിച്ചു. കേസിലെ മറ്റൊരു പ്രമുഖ പ്രതിയായ മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിന് ഫെബ്രുവരി 11-നാണ് ജാമ്യം ലഭിച്ചത്. 90 ദിവസത്തെ റിമാൻഡ് കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് സ്വാഭാവിക ജാമ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2018 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ദേവസ്വം കമ്മീഷണറായും ബോർഡ് പ്രസിഡന്റായും N വാസു സേവനമനുഷ്ഠിച്ചിരുന്നു. ഈ കാലയളവിലാണ് സ്വർണ്ണക്കൊള്ള നടന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുവെന്നാണ് ഇദ്ദേഹത്തിന് മേലുള്ള ആരോപണം. ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം മാസങ്ങളോളം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ഉന്നതരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന മുഖ്യപ്രതിയുമായി ഇവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നാണ് SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. സംസ്ഥാന ഏജൻസികൾ അന്വേഷിക്കുന്ന കേസിൽ ഇഡി ഇടപെടുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി കണക്കിലെടുത്താണ്. സ്വർണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വിദേശ ഫണ്ടുകൾ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ഇഡി പരിശോധിക്കും. അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴികളാണ് തന്ത്രിക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും തിരിച്ചടിയായത്. തന്ത്രിയുടെ അറിവോടെയാണ് പലതും നടന്നതെന്നായിരുന്നു ആദ്യ മൊഴിയെങ്കിലും പിന്നീട് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പുറത്തു വന്നു. മാർച്ച് ആദ്യവാരം ഹാജരാകാൻ ആവശ്യപ്പെട്ടത് പ്രതിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാനാണ്. SITക്ക് നൽകിയ മൊഴിയും ഇഡിക്ക് നൽകുന്ന മൊഴിയും തമ്മിൽ വ്യത്യാസമുണ്ടോ എന്ന് ഏജൻസി പരിശോധിക്കും. വിവാദം കൊഴുക്കുമ്പോഴും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലാണ്. ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികളായതോടെ ബോർഡിന്റെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെട്ടു. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇഡി അന്വേഷണത്തോട് ബോർഡ് എങ്ങനെ സഹകരിക്കുമെന്നത് കണ്ടറിയണം. ശബരിമലയിലെ പവിത്രമായ ആഭരണങ്ങളും ശില്പങ്ങളും കൊള്ളയടിക്കപ്പെട്ടതിൽ ഭക്തർക്കിടയിൽ വലിയ പ്രതിഷേധമുണ്ട്. ആചാരങ്ങൾക്കൊപ്പം തന്നെ ക്ഷേത്ര സ്വത്തുക്കളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ശ്രീകോവിലിൽ നിന്ന് എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടു എന്നതിൽ ഇന്നും വ്യക്തതയില്ല. ഓഡിറ്റ് റിപ്പോർട്ടുകളിലെ വൈരുദ്ധ്യമാണ് അന്വേഷണം തന്ത്രിക്ക് നേരെ തിരിയാൻ കാരണമായത്. ഈ കണക്കുകൾ ഇഡി പരിശോധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള മറ്റു പ്രതികൾക്കും ഇഡി സമൻസ് നൽകിയിട്ടുണ്ട്. ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇതിലൂടെ വമ്പൻ സ്രാവുകളിലേക്ക് എത്താമെന്നാണ് ഇഡി കരുതുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ശബരിമല വിഷയം വീണ്ടും ചർച്ചയാകുന്നത് രാഷ്ട്രീയ പാർട്ടികളെ അലോസരപ്പെടുത്തുന്നുണ്ട്. സ്വർണ്ണക്കൊള്ളക്കേസ് രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുകയാണ്. ഇഡിയുടെ സമൻസിനെതിരെ തന്ത്രിയും N വാസുവും കോടതിയെ സമീപിക്കാൻ സാധ്യതയുണ്ട്. ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിന് കർശന ഉപാധികൾ വേണമെന്ന് ഇവർ ആവശ്യപ്പെട്ടേക്കാം. മാർച്ച് ആദ്യവാരം നടക്കുന്ന ചോദ്യം ചെയ്യലിലൂടെ നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുമെന്നാണ് കരുതുന്നത്. തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഇഡിക്ക് ഇവരുടെ സ്വത്തുകൾ കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് നീങ്ങാം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് കേവലം ഒരു മോഷണ കേസിൽ നിന്ന് മാറി വമ്പൻ സാമ്പത്തിക തട്ടിപ്പായി വളർന്നിരിക്കുകയാണ്. ഭക്തരുടെ വികാരത്തെയും ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെയും ബാധിക്കുന്ന ഈ കേസിൽ സത്യം പുറത്തു കൊണ്ടുവരിക എന്നത് ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ്.